ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ചില വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആ സ്വർണം പണയം വെച്ച് ആര്യനെ സഹായിക്കാമെന്നുള്ള മിത്രയുടെ പ്ലാൻ എല്ലാം തകിടം മറിയുകയാണ്. അതുമാത്രമല്ല, മിത്രയും ആര്യനും തമ്മിലുള്ള വിവാഹത്തെ പറ്റിയുള്ള സകല രഹസ്യങ്ങളും ഇരു കുടുംബക്കാരെയും മിത്രയ്ക്ക് അറിയിക്കേണ്ടതായിട്ടും വരികയാണ്. അത് കേൾക്കുമ്പം ആർക്കും ആദ്യം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ മിത്ര തൻ്റെ ആര്യൻ്റെ നിരപരാധിത്വവും തന്നെ രക്ഷിക്കാൻ വേണ്ടി തനിക്കൊരു ജീവിതം തന്നതാണ് ആര്യൻ എന്നുള്ള സത്യവും എല്ലാവരെയും അറിയിക്കുകയാണ്. പക്ഷേ ഈ കഥ പറയുമ്പോൾ പോലും മീനാക്ഷിക്കും അതുപോലെ നമ്മുടെ ഗോമതിക്കും ഇവരുടെ വിവാഹത്തിലുള്ള പങ്കിനെ പറ്റി ആരോടും മിത്ര പറയുന്നില്ല കേട്ടോ. കാരണം ബാലൻ അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഗോമതിയോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് മിത്രയ്ക്കും അറിയാം. അതുകൊണ്ട് തൻ്റെ അപ്പച്ചയെ രക്ഷിക്കാൻ വേണ്ടിയാണ് അവരെ രണ്ടുപേരെയും ഒഴിവാക്കുന്നത്. പക്ഷെ ആ സ്വർണം വെച്ച് ഇനി തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മിത്രയ്ക്കും ബോധ്യപ്പെടുക. ആര്യനും ആകെ സങ്കടം വരികയാണ്. മിത്ര വഴിയാണ് അപ്പം മീനു ചേച്ചി തന്നെ സഹായിക്കാനായിട്ടിരുന്നത് എന്നൊരു തോന്നൽ വരുമ്പം ആര്യനും വല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ വരിക. അപ്പം മിത്രയോടാണെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കും. നിന്നോട് ഞാൻ ആ സ്വർണം കൊണ്ട് വീട്ടിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നീ ചെയ്തത് തീരെ ശരിയായില്ല മിത്ര. നിന്റെ ഈ പ്രവൃത്തി മൂലമല്ലേ ഇന്നിപ്പം ഇങ്ങനെ ഒരു സന്ദർഭം ഈ കുടുംബത്തിലുണ്ടായത് എന്ന് മിത്ര തനിയായിരിക്കുമ്പം ആരും ചോദിക്കുന്നുണ്ട്. ബാലന്റെ മുന്നിൽ നമ്മുടെ മിത്രയെ ഒരിക്കലും ആരും തനിയെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. മിത്രയുടെ ഭാഗത്ത് തന്നെയാണ് ആരും നിൽക്കുന്നത്. അപ്പം മിത്രയ്ക്ക് സങ്കടം വരിക. എന്നോട് ക്ഷമിക്കാര്യ, നിന്നെ സഹായിക്കാൻ വേണ്ടി എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ സ്വർണം പണയം വെച്ച് ആ കാശ് മീനു ചേച്ചി വഴി നിനക്ക് തരാമെന്ന് കരുതിയത്. പക്ഷേ അത് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് ഞാൻ കരുതി. ആ സ്വർണം നമുക്ക് അവകാശപ്പെട്ടതല്ല. അത് നിന്റെ അച്ഛൻ്റെ അമ്മയുടെയും കഷ്ടപ്പാടിൻ്റെ ഫലവാ. അവർ മനസ്സ് നിറഞ്ഞ് നിനക്ക് നൽകിയ സ്വർണവുമല്ല. അങ്ങനെയുള്ളപ്പം അത് വെച്ച് നമ്മൾ എന്ത് ചെയ്താലും ഒരിക്കലും ഉപകരിക്കാൻ പോകുന്നില്ല. ഇപ്പം നീ എനിക്ക് ട്രാവൽ ഏജൻസി തുടങ്ങാൻ ആ കാശ് തന്നിരുന്നെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ ഇതൊന്നും അറിയാതെ ഒരു പൊട്ടനെ പോലെ ട്രാവൽ ഏജൻസി തുടങ്ങുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും അത് എൻ്റെ മൂലധനം കൊണ്ടുള്ളതല്ല എന്ന് മനസ്സിലാകുമ്പോൾ എനിക്ക് എത്രമാത്രം വിഷമം തോന്നും. അതല്ല, കൃഷ്ണമംഗലത്തുള്ള ആരെങ്കിലും ഇത് അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യം ഉണ്ടാകുമോ ഏജൻസി തുടങ്ങിയതിന് ശേഷം എന്ന് ചോദിക്കാം. അപ്പം ഇത്രയ്ക്ക് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. എനിക്കറിയാം വരാൻ പോകുന്നതിനെ പറ്റി ഒന്നും ചിന്തിക്കാതെയാ താൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തതെന്ന്. അതിൻ്റെ പരിണിത ഫലവും ഇപ്പം മനസ്സിലായില്ലേ. നമ്മുടെ സ്വന്തമല്ലാത്തതൊന്നും നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലടോ എന്ന് മിത്രയ്ക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കേട്ടോ. നമ്മുടെ മീനാക്ഷിക്ക് ആകെ കുറ്റബോധവും സങ്കടവും എല്ലാം കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. ആര്യന് പ്രതീക്ഷ നൽകുന്നതിൽ താനും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. താൻ 10 ലക്ഷം രൂപ കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ കെട്ടിടത്തിന് അഡ്വാൻസ് തുക പോലും കൊടുക്കാൻ തയ്യാറായിട്ടാണ് ആര്യൻ നിന്നത്. എന്ത് ചെയ്യും എന്നോർത്ത് മീനാക്ഷിക്ക് സങ്കടം വരാം. മിത്ര ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പം താൻ ഒരിക്കലും കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. ആര്യൻ അല്ലെ ഇത്രയധികം തകർന്നു പോകില്ലായിരുന്നു എന്നൊക്കെയുള്ള ചിന്ത നമ്മുടെ മീനാക്ഷിയുടെ മനസ്സിലേക്ക് കടന്നു വരിക. അപ്പം മീനാക്ഷി ഇതിനെപ്പറ്റി ആകാശിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആകാശ് പറയും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിത്ര നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയല്ലേ എല്ലാം ചെയ്തത്. പക്ഷെ കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. താൻ ഇനി അതിൽ വിഷമിച്ചിരുന്നിട്ട് എന്താടോ കാര്യം എന്ന് ചോദിക്കുക. അതല്ല ആകാശെ, ഞാൻ അവന് 10 ലക്ഷം രൂപ എടുത്തു കൊടുക്കൂ എന്നുള്ള പ്രതീക്ഷയിലല്ലേ ആ പാവം എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഞാൻ അവന് PF നിന്ന് ലോൺ എടുത്ത് കൊടുക്കുന്നതിൽ ആകാശന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഒരിക്കലുമില്ല, നീ എൻ്റെ അനിയനെ സഹായിക്കുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. വീട്ടിലുള്ള എല്ലാവരുടെയും സങ്കടവും ദുഃഖവും ഒക്കെ മനസ്സിലാക്കുന്ന എൻ്റെ ഭാര്യ എൻ്റെ വിഷമം മാത്രം കാണുന്നില്ലല്ലോ എന്നുള്ളതിലേ ഉള്ളൂ എന്ന് പറയാം. ദേ ആകാശെ, ഞാൻ കാര്യമായിട്ടൊരു സംസാരിച്ചുകൊണ്ട് വരുമ്പം നീ നിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം എടുത്തിടരുതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. എടോ, നീ PF നിന്ന് ലോൺ എടുക്കുന്നതിലോ ആരിനത് കൊടുക്കുന്നതിലോ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അവനത് കറക്റ്റായിട്ട് നിനക്ക് തിരിച്ച് തരികയും ചെയ്യും. പിന്നെന്താ പ്രശ്നം എന്ന് ആകാശ് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഞാൻ PF നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതുകൊണ്ടുപോയി ആര്യന് കൊടുക്കുകയും ചെയ്യാം. ആ പാവം ട്രാവൽ ഏജൻസി തുടങ്ങട്ടെ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പം ആകാശനും സന്തോഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ മിത്രയോടും ആര്യനോടും ഒന്നും ഇതിനെപ്പറ്റി സംസാരിക്കാതെ നമ്മുടെ മീനു നേരെ ഓഫീസിൽ ചെന്ന് ലോണിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കുകയാണ്. 10 ലക്ഷം രൂപ ലോൺ സാങ്ഷൻ ആകുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ആര്യനാണെ ആകെ നിരാശയില. അവൻ ഒരു റൂം റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം അതിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ ഓണർ വിളിച്ച് പ്രഷർ ചെലുത്തുന്നുമുണ്ട്. ഇനിയും താൻ വന്നില്ലെങ്കിൽ ഞാൻ ഈ റൂം മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കും. ഈ നാട്ടിൽ തന്നെ ഒരുപാട് പേര് എനിക്ക് ഈ റൂമിന് വേണ്ടി എന്നെ സമീപിക്കുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പം ആര്യം പറയും, സാർ ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഇന്ന് ചില
ചില ഫാമിലി പ്രശ്നങ്ങൾ കാരണം വരാൻ പറ്റാതെ ആയതാ. നാളെ ഉറപ്പായിട്ടും ഞാൻ 3 ലക്ഷം രൂപയായിട്ട് വരും എന്ന് ഉറപ്പ് കൊടുക്കണം കേട്ടോ. പക്ഷെ ആര്യൻ അങ്ങനെ പറയുമ്പോഴും എവിടുന്ന് എടുത്ത് താൻ പൈസ കൊടുക്കും എന്നൊരു ചിന്ത ആര്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇപ്പം താൻ എങ്ങനെ ട്രാവൽ ഏജൻസി തുടങ്ങാനായിട്ട് തുടക്കമിട്ടിട്ട് അത് മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ഒരിക്കലും തുടങ്ങാനായിട്ട് സാധിക്കില്ല എന്നൊരു ചിന്തയൊക്കെ ആര്യൻ്റെ മനസ്സിലേക്കും കടന്നു വരുന്നുണ്ട്. ആര്യൻ്റെ ഈ സങ്കടവും ബുദ്ധിമുട്ടൊക്കെ മിത്ര കാണുന്നുണ്ടെങ്കിലും തന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. താൻ ചെയ്തതെല്ലാം അബദ്ധമായി മാറി ആര്യനെ കൂടുതൽ വേദനിപ്പിക്കാനാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. എന്ത് ചെയ്യുമെന്നോർത്ത് നമ്മുടെ മിത്രയ്ക്കും ഒരെത്തും പിടിയും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ വൈകുന്നേരം നമ്മുടെ മീനാക്ഷി ജോലി കഴിഞ്ഞ് വരുന്നത് വെറും കൈയോടെയല്ല, 10 ലക്ഷം രൂപയായിട്ടാണ്. ആ സമയത്ത് എല്ലാവരും വീട്ടിലുണ്ട്. എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ മീനാക്ഷി 10 ലക്ഷം രൂപ എടുത്ത് ആര്യൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. എന്താ എടുത്ത് ഇത് എന്ന് ചോദിക്കുക. നീ അത് തുറന്നു നോക്ക് എന്ന് പറയുമ്പം ആര്യൻ തുറന്നു നോക്കുമ്പം അതിൽ പൈസയുടെ കെട്ടാണ്. എടുത്തി ഇത് എന്ന് പറഞ്ഞ് ആര്യൻ്റെ കണ്ണ് നിറയാം. അപ്പം ഗോമതിയും അടുത്തേക്ക് വരിക. മീനു, നീ ലോൺ എടുത്തോ എന്ന് ചോദിക്കുക. അതെ അമ്മേ, ആര്യന് പ്രതീക്ഷ കൊടുക്കുന്നതിൽ ഞാനും പങ്കുവഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആര്യന് ലോൺ എടുത്ത് കൊടുക്കാമെന്ന് തന്നെ ഞാൻ കരുതി. നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് പോയാൽ ആരും ഇതിന് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം PF നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്തു. ഇത് ആര്യന് കൊടുക്കുന്നത്. ആർക്കും ഒരെതിർപ്പും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അത് കേൾക്കുമ്പം നമ്മുടെ ഗോമതിയുടെ കണ്ണ് നിറയാൻ കേട്ടോ. നീ വലിയൊരു കാര്യമോ മോളെ ചെയ്തത്. എൻ്റെ മോൻ ഒത്തിരി സ്വപ്നം കണ്ടതാ സ്വന്തമായിട്ടൊരു ട്രാവൽ ഏജൻസി. അത് തുടങ്ങാനായിട്ട് എല്ലാ കാര്യങ്ങളും ശരിയായി വന്നപ്പോഴല്ലേ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവൻ കറക്റ്റായിട്ട് നിന്റെ ലോൺ തിരിച്ചടക്കുകയും ചെയ്യും എന്ന് പറയണേ. അപ്പം എന്തു പറയണമെന്നറിയാതെ ആര്യനും മിത്രയും നിൽക്കുക. മിത്ര വന്ന് ഓടിപ്പോയി മീനാക്ഷി കെട്ടിപ്പിടിക്കുക. ഒത്തിരി നന്ദിയുണ്ട് ചേച്ചി, ഒരുപാട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളെ സഹായിച്ചതിൽ ചേച്ചിയോട് എന്നും ഞങ്ങൾ കടപ്പെട്ടിരിക്കും എന്ന് പറയാം. നീ എന്താടി ഈ പറയുന്നത്? നീ എൻ്റെ അനിയത്തിയല്ലേ? സ്വന്തം അനിയത്തിക്കും അനിയനും വേണ്ടി ഏതെങ്കിലും ചേച്ചി എന്തെങ്കിലും കാര്യം ചെയ്തതിന് അതിന് എന്തെങ്കിലും പ്രതിഫലം ചോദിക്കുമോ? ഒരിക്കലുമില്ല. ഞാൻ മനസ്സ് നിറഞ്ഞ് തന്നെയാണ് നിനക്ക് ഇത് ചെയ്തു തരുന്നത് എന്ന് പറയാം. ആര്യനും നമ്മുടെ മീനുവിൻ്റെ മുന്നിൽ നിന്ന് കൈകൂപ്പി നിൽക്കുകയാണ്. ഒരിക്കലും മറക്കില്ല ഏടത്തി ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ ഒരുപാട് കരുതിയിരുന്നതാ. പക്ഷെ ഏടത്തി അല്ലാതെ മറ്റാരും ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗ്യവാ, ആകാശേട്ടൻ്റെ പുണ്യവാ ഏടത്തി എന്നൊക്കെ ആര്യനും പറയാണ് കേട്ടോ. എല്ലാവരും വളരെയേറെ സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം മീനാക്ഷി പറയും, നീ നല്ല നിലയിൽ എത്തിയാൽ അത് തന്നെയാ ഈ ചേച്ചിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയാം. കേൾക്കുമ്പം ആരും പറയും, ഞാൻ തുടങ്ങി കഴിഞ്ഞാൽ അതെങ്ങനെ വിജയിപ്പിക്കണമെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഏടത്തി ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട കേട്ടോ. കൃത്യമായിട്ട് ലോൺ ഞാൻ തിരിച്ചടച്ചോളാം എന്ന് പറയാം. എന്നെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു തുക PF നിന്ന് ലോൺ എടുത്ത് തന്ന ഏടത്തിയെ ഒരിക്കലും ഞാൻ ചതിക്കില്ല എന്ന് പറയാണ്. എൻ്റെ അനിയനും അനിയത്തിയും എന്നെ ചതിക്കില്ലെന്നൊക്കെ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറയണേ. ഇതേ സമയം ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കുന്ന ബാലൻ ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ. മീനുവിൻ്റെ നല്ല മനസ്സിൽ ബാലനും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. എങ്കിൽ പോലും ആരിൻ്റെ പോകുന്ന ഈ പാതയോട് നമ്മുടെ ബാലന് തീരെ താല്പര്യമില്ല. ഇനി എന്തെങ്കിലും ചെയ്യട്ടെ, ആര്യൻ്റെയും മിത്രയുടെയും കാര്യത്തിൽ താൻ ഇനി കൂടുതൽ ഇടപെടുന്നില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെ ബാലൻ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആര്യനാണെങ്കിൽ ആ കാശ് മേടിച്ചുകൊണ്ട് റൂമിലേക്ക് പോവാം. കൂടെ മിത്രയും ഉണ്ട് കേട്ടോ. എന്നിട്ട് ഉടനെ തന്നെ ഓണറെ വിളിച്ച് അഡ്വാൻസ് തുക നാളെ തന്നെ എത്തിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പം മിത്ര പറയും, എൻ്റെ ആര്യൻ്റെ മുഖത്ത് ഇപ്പോൾ ഒരു സന്തോഷം വന്നല്ലോ എന്ന് ചോദിക്കാം. ഈ അവസരം കിട്ടിയിട്ട് അത് മുടങ്ങിപ്പോകുമെന്ന് ഞാനും കരുതിയത്. പക്ഷേ മീനു എടുത്തി എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. മീനു എടുത്തിക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാനുള്ള മനസ്സുണ്ടാകില്ല എന്ന് പറയാം. ആകാശേട്ടൻ്റെ കൈ പിടിച്ച് ഈ ദേവമംഗലത്തേക്ക് മീനു ചേച്ചി ഒരു പുണ്യമായിട്ടാണ് വന്നത് എന്ന് പറയാം. അപ്പം മിത്രയും പറയും, മീനു ചേച്ചി കൂടി ഈ വീട്ടിലുള്ളത് കൊണ്ടാണ് ഈ വീട്ടിൽ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഇത്രയേറെ സന്തോഷമുണ്ടാകുന്നത്. എൻ്റെ സ്വന്തം ചേച്ചി, അങ്ങനെ ഞാൻ മീനു ചേച്ചിയെ കണ്ടിട്ടുള്ളൂ. എനിക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം ഞാൻ ഓടിയെത്തുന്നത് മീനു ചേച്ചിയുടെ അടുത്തേക്കാണ് എന്ന് പറയാണ്. നമ്മളെ വിശ്വസിച്ച് ഇത്രയും വലിയൊരു കാര്യമാണ് ഏടത്ത് ചെയ്തിരിക്കുന്നത്. ആ ഏടത്തിക്ക് നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. ട്രാവൽ ഏജൻസി തുടങ്ങി നമുക്ക് എത്രയും വേഗം വിജയിപ്പിക്കണം. ഇനി അതൊരു പരാജയമായി മാറിയാലും ഏടത്തിയുടെ കാശ് കൃത്യമായിട്ട് അടയ്ക്കണം എന്ന് ആര്യം പറയാം. ആര്യ, തുടങ്ങുന്നതിന് മുന്നേ നീ ഇങ്ങനെ പരാജയത്തിൻ്റെ കാര്യമൊന്നും പറയരുത്. എൻ്റെ ആര്യന് നല്ല കഴിവുണ്ട്. ആര്യൻ ആഗ്രഹിച്ച പോലെ തന്നെ ഈ ട്രാവൽ ഏജൻസി വലിയൊരു വിജയമായിട്ട് മാറും. നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ള എല്ലാ വകയും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് പറയാം.
ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ട്രാവൽ ഏജൻസി തുടങ്ങുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. തൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് വരാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി മാത്രം താൻ ശ്രദ്ധിച്ചാൽ മതി. താൻ ഒരു യൂണിഫോം ഇട്ട് ഈ വീട്ടിലേക്ക് കയറി വരുന്നത് ഇപ്പം ഈ വീട്ടിലുള്ള എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ് എന്ന് മിത്ര പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ മിത്ര പറയും, എന്നെപ്പറ്റി ഓർത്ത് ആരും ഒരു ടെൻഷനും അടിക്കണ്ട, ഞാൻ നല്ല രീതിയിൽ തന്നെ ടെസ്റ്റ് പാസ് ചെയ്യും. റിട്ടേൺ ടെസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നല്ലോ, ഫിസിക്കൽ ടെസ്റ്റിന് പുഷ്പം പോലെ പാസ്സാകും, ആരും നോക്കിക്കോ എന്ന് പറയാം. അത് കണ്ടാൽ മതി, തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ എന്തും ചെയ്യാൻ ഞാനും ഒരുക്കുക എന്ന് ആര്യൻ പറയാണ് കേട്ടോ. അങ്ങനെ മിത്രയും ആര്യനും വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെ അവരുടെ ട്രാവൽ ഏജൻസി തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മീൻ കൊടുത്ത പണത്തിൽ നിന്നും ആരംഭിക്കുന്നതും ട്രാവൽ ഏജൻസി തുടങ്ങുന്നതും ഒക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതേസമയം വലിയ കാര്യത്തിന് ആ സ്വർണമായിട്ട് അത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ദേവമംഗലത്തുള്ളവരെ അത് ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് അച്യുതനെ ആകെ ക്ഷീണമാക്കിയിരിക്കുകയാണ് കേട്ടോ. അതുമാത്രമല്ല ആരിനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മിത്ര തന്നെ എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറയുകയും ചെയ്തു. അതോടുകൂടി അനന്തിൻ്റെയും നന്ദിനിയുടെയും മനസ്സിൽ ആരിനോട് യാതൊരുവിധ ദേഷ്യവും ഇല്ലാത്ത അവസ്ഥയാണ്. ഇതൊക്കെ അച്യുതനെ കൂടുതൽ ദേഷ്യത്തിലാക്കിയിരിക്കുക. അതുകൊണ്ട് തന്നെ ധർമ്മന് കടയുടെ കാര്യം എടുത്തിടുമ്പോൾ എങ്ങനെയും ബാലിന് പണി കൊടുക്കുന്ന രീതിയിലായിരിക്കണം ധർമ്മൻ്റെ വളർച്ച എന്നൊരു ചിന്ത അച്യുതന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ധർമ്മനെ വെച്ച് ബാലനോട് പകരം വീട്ടണം. ബാലന്റെ ഗോമതി സ്റ്റോറിന് മുന്നിൽ തന്നെ ധർമ്മൻ അതിലും വലിയൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങണം. അതിനുവേണ്ടി താൻ എന്തും ചെയ്യും. അതോടുകൂടി ബാലൻ ഒതുങ്ങും, ബാലന്റെ കച്ചവടം പൂട്ടും, അവനും അവന്റെ മക്കളും നരകിക്കുന്നത് ഞാൻ കാണും എന്നുള്ള ചിന്തയിലൊക്കെയാണ് അച്യുതൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കുവേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുതേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.